ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ കുറച്ച് മുന്നേ പോകേണ്ടതാണ്, പക്ഷേ എനിക്കിന്ന് ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വരാം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ പോയതിന് ശേഷം എനിക്ക് മെസ്സേജ് വരുന്നത് ഇന്നില്ല. സോ ഞാൻ പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും വരെ പിന്നാലെ തന്നെ പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു ബസ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല. കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് ബസ്സൊക്കെ കിട്ടിയെങ്കിലും ഞാൻ വീട്ടിലെത്തി. അപ്പോൾ വന്ന പാട് ഇവരെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയോ ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്, കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കിടന്ന് വർത്താനൊക്കെ പറയാം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് മുറിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫോണിൽ തോണ്ടി ഇങ്ങനെ നിന്നു. അതൊക്കെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു ഈ ഫോണിൽ നോക്കിയിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. കളി എന്ന് വെച്ചാൽ പറയുന്നില്ല, കണ്ണ് ഒളിച്ച് കളി. അപ്പോൾ അവിടെ ഒരാൾ ഇന്നുണ്ട്. ഞാൻ ഇവരിങ്ങനെ എന്താ പറയുക എൻ്റെ പിന്നാലെ നിന്ന് കളിക്കുക എന്ന് പറഞ്ഞ് കളിക്കണത് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഈ പറമ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചാടിപ്പാടി പോണത് ഈശ്വര. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കളിയൊക്കെ കഴിഞ്ഞു. ഏകദേശം എനിക്ക് സ്റ്റാമിന ഇല്ല കേട്ടോ പണ്ടത്തെ പോലെ. ഞാനവിടെ അടുത്ത് കിതയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കളിയുടെ ഇടയിൽ ഞങ്ങൾ ബ്രേക്കൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കുടിക്കാൻ വന്നു. അപ്പോൾ ഇത് അമ്മയുടെ അനിയത്തിയുടെ മോനാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു. ഇവരിന്ന് പോവും, നാളെ ഇവന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ചിറ്റിയും അഭിനയൊക്കെ ഇന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് കുറേ നേരമൊക്കെ അവിടെ വർത്താനം പറഞ്ഞു. അപ്പോൾ ഇന്നാണ് എല്ലാവരും ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ ചായക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ പായസം വരെ അതിൻ്റെ ഇടയിൽ ഒരു ഉച്ചയ്ക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചായ കുടിക്കുന്ന ഇടയിൽ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ പോവാറൊക്കെ ആയി. അപ്പോൾ ഇവർക്ക് ടാറ്റയും ബൈ ബൈ ഒക്കെ കൊടുക്കാൻ നിൽക്കാം കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നു. വീണ്ടും ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഡിസംബറാണ് ഇപ്പോൾ. പൊക്കോ, നീ വേഗം പൊക്കോ. അങ്ങനെ ചിറ്റ ഇറങ്ങിയിട്ട് ചിറ്റ പോയത് വേറെ ഒന്നുമല്ല, അഭിനു നാളെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അതുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ അവരൊക്കെ പോയി. അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ പുറത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ കൂടെ ഓടി ചാടി നടന്നിട്ട് ചെയ്യുന്നു. സത്യം പറയല് വയ്യാണ്ടായി. അപ്പോൾ നല്ല ദാഹം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടാങ്കൊക്കെ കലക്കി കുടിക്കുക കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി ക്ഷമയോടെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്ത് വന്നിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഞങ്ങളിവിടെ ചക്ക വെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്ക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാണ്ടായി. ആരാണോ അതെടുത്ത് കൊണ്ടയാൾ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ സായിക്കുട്ടൻ ഉറങ്ങിട്ടോ. അവന് നല്ല ക്ഷീണം ഓടി കുടിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ ബൈ.